ഹായ് ഫ്രണ്ട്സ്, ഫിക്സ് മീഡിയയുടെ വീക്കെൻഡ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ വീക്കെൻഡിലും നമ്മളെ ഒരു വെറൈറ്റി ഫുഡൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വന്നത് ഒരു തായ്ലൻഡ് ഫിഷ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ കാര്യങ്ങളിലേക്ക് കിടക്കാം. അതെങ്ങനെ ഉണ്ടാക്കുക, അതെങ്ങനെയാണ് സംഭവം, ഒരു വ്യത്യസ്തമായ ട്രഡീഷണലായിട്ട് അവർ ചെയ്തു പോരുന്നൊരു ഫിഷിൻ്റെ ഐറ്റമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ സംഗതികൾ കാണാം. അപ്പോൾ ഈ മീൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ രണ്ട് മീൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് സംഭവമാണത്. അപ്പോൾ നമുക്കത് അങ്ങനെ കാണാം. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് സംഗതി. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഈ പുളി ഉണ്ടല്ലോ, പുളി അത് ചൂടുവെള്ളത്തിലിട്ടിട്ട് നമുക്കൊരു നല്ലൊരു സോസിനുള്ള ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം ചൂടുവെള്ളം കൂടെ ആയിട്ട് മീനൊക്കെ നമ്മൾ വൃത്തിയാക്കി നല്ല കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അതിൽ നമുക്ക് കുറച്ച് ഇത് നമ്മൾ പൊരിച്ചെടുക്കണം. അതായത് ഉപ്പ് മാത്രം ഇട്ടിട്ട് നമ്മളിത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യും. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ വരയൊക്കെ വേണം. അപ്പോൾ വരയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെരിച്ചിട്ട് ഇങ്ങനെ വരയണം. ഈ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സൗദികൾക്കൊക്കെ ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഭയങ്കര പ്രിയപ്പെട്ട മീനാണ്. നാജിൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെ വരണം. ഇതിൻ്റെ മുള്ളിനൊന്നും പരിക്ക് വരാത്ത രൂപത്തിലാണ്. മുള്ളിന് പരിക്ക് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ പറയുക, മുള്ളിന് പരിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകും. അപ്പോൾ വളരെ സെറ്റപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ സൈഡിൽ ചരിച്ചിട്ടൊന്നും ഇങ്ങനെ വരും. അപ്പോൾ ഒരു മീൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ മീൻ ഇതൊക്കെ അങ്ങനെ ചെരിച്ച് ചെയ്യണം. കാരണം വെച്ചാൽ എൻ്റെ ഉള്ളിൽ ശരിക്കും നല്ല ഉള്ളിലേക്ക് എണ്ണ ഇറങ്ങി ചെന്നിട്ടേ നല്ല സെറ്റായി വെന്ത് വരാനാണിത്. നമ്മളിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉപ്പിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് നല്ലൊരു സോസ് ഉണ്ടാക്കി അവരുടെ രീതിയിൽ ട്രഡീഷണൽ രീതിയിൽ സോസ് ഉണ്ടാക്കിയിട്ട് നമ്മളിതിലേക്ക് ഒഴിക്കുക ചെയ്യുക. അതാണ് അവരുടെ രീതി. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഈ ഒരു ഡിഷിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇതിൽ നല്ല എരിവുണ്ടാവും, അതുപോലെ തന്നെ നല്ല പുളി നമ്മൾ ചേർക്കാൻ പോകുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല മധുരം വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര അതും നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് എരിവും ഇതെല്ലാം ഉപ്പ് രുചി എല്ലാം കൂടിയിട്ടുള്ള ഒരു നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. സാധാരണ അറബികളൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് മസാജ് ചെയ്യും എല്ലാ ഭാഗത്തും. രണ്ട് മീനും ഇതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഇതിൽ ഉപ്പൊക്കെ തേച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ തേച്ച് നമ്മളതിന് മാറ്റി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സോസ് നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്ക് അരിയേണ്ട സംഗതികൾ അതിൽ കുത്തി വെച്ചിട്ട് നമുക്ക് എണ്ണയൊക്കെ ചൂടായിട്ട് നമുക്ക് അതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് യെല്ലോ കളറിലുള്ളൊരു ക്യാപ്സിക്കനാണ്. ഇത് ഫ്ലേവർ അവിടെയാണ്. ചെറുതാക്കി നമ്മൾ സോസിൽ അടയാനുള്ളതായിട്ടാണ് ചെറുതാക്കി. നമുക്ക് വലുതാക്കി ചെയ്യാമായിരുന്നു,
പക്ഷെ സോസിലാകുമ്പോൾ നമ്മളിങ്ങനെ ജിമ്മൊക്കെ ഒഴിക്കുമ്പോഴൊക്കെ വലിയൊരു കഷ്ണമാകുമ്പോൾ അതൊരു ബോറല്ലേ. വേണ്ട മാതിരി അപ്പോൾ ഞാൻ അതിക്ക് നമ്മൾ ഈ ഒരു പച്ച നിറത്തിലുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട്. കാണാനൊരു ഭംഗി ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടാവും. ചെറുതാ മുളകും കൂടി ഇതിലേക്ക് വേണം, കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, നല്ല എരിവ്, അതുപോലെ മധുരമുണ്ട്, അതുപോലെ പുളി, എല്ലാ സംഗതികളും ഒത്തിണങ്ങിയ ഒരു സോസാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അവരുടെ ഒരു സ്റ്റൈലാണ്. അപ്പോൾ കുറച്ച് ഇത് വേണം, ഗാർലിക്, അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി. അപ്പം ഇനി കുറച്ച് ഇഞ്ചി വേണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പുണ്ടല്ലോ, അത് ഇങ്ങനെ ചെറുതാക്കി അരിയണം. അപ്പോഴേ നമ്മൾ മീൻ പൊരിക്കാൻ പോവാണ്. മീന് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാന് കുറച്ച് ചെറുതായൊരു സംഭവമുണ്ട്, ഇത് ശരിയാക്കാം. ബാക്കി ഭാഗം നമുക്കിനി ആ ഒരു ഭാഗം മുന്നിലേക്ക് നമുക്ക് മറച്ചിടാം. അപ്പോൾ നമ്മൾ പുറത്ത് വെച്ചാണ് ചെയ്യുന്നത്. നമ്മളെ ടെറസിൽ നമുക്ക് പ്രത്യേക ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പരിപാടിയും കുക്കിങ്ങും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഉരുളിയിലായിരുന്നു നമ്മൾ മീൻ പൊരിക്കാൻ വെച്ചത്. അപ്പോൾ ഉരുളിയിൽ ആ ഒട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ ഓരോ പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിപ്പോൾ ഇതൊന്ന് മറിച്ചിടണം ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ട്. അപ്പം പാനിലായപ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഉരുളിയിൽ കുറച്ച് ആയപ്പോൾ പ്രശ്നമായതുകൊണ്ട് നല്ലൊന്ന് ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെയാണ്. ഇനി മറ്റു ഭാഗം ഒരു 7 മിനിറ്റ് ഒന്നിങ്ങനെ കണ്ടാൽ സംഗതി ഓക്കെ ആയി. അപ്പം ഇതിലേക്കുള്ള സോസാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എരിവും മധുരവും പുളിയും ഉപ്പുരുചി എല്ലാം കൂടിയിട്ടുള്ള ഒരു സോസാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. സോസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചുമന്ന മുളക്, എരിവുള്ള മുളകുണ്ടല്ലോ, അത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി അത് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ആദ്യം. കുറച്ച് കൂടുതലിട്ടുണ്ട്, നല്ല എരിവാണെന്ന്. ഇത് കുറച്ച് ഇഞ്ചി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച്. നല്ല മൂത്തിട്ട് നമ്മൾ ബാക്കിയുള്ള ചെയ്തിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അടുത്തത് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ ക്യാപ്സിക്കൻ ഗ്രീന്, അതുപോലെ തന്നെ യെല്ലോ കളറിലുള്ള അതും, പിന്നെ മല്ലിച്ചപ്പ്, ഇത് മൂന്നും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഒന്നുകൊണ്ട് കാണാൻ നല്ല രസമായിരിക്കും. ഉപ്പ്, മഞ്ഞ, പച്ചരെല്ലാം കൂടെ നല്ലൊരു അടിപൊളി. നല്ലൊന്നും വാടിയതിന് ശേഷം
അതൊക്കെ വെള്ളം കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യേണ്ടതുണ്ട്. കുറച്ച് മതി, കാരണം നമ്മൾ മീനിലും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പുളി കലക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഇതിലേക്ക് ഒഴിക്കുന്നത്. നല്ലോണം ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ നമുക്കൊരു 1/4 കപ്പ് ഫിഷ് സോസ് ഉണ്ട്. അത് തായ്ലൻഡൻ ഒരു സംഭവമാണ്, ഒരു സോസാണ്, ഫിഷിക്ക് ഒഴിക്കുന്ന ഒരു സോസ്. അത് കുറച്ച് ഇതിലേക്ക് ഒഴിക്കാം. അതുപോലെ തന്നെ നല്ലോണം തിളപ്പിക്കും. ഇനി 2 ടീസ്പൂൺ ശർക്കര, 2 ടീസ്പൂൺ ശർക്കര ഇതിലേക്ക് ഇടണം. ഞാൻ പറഞ്ഞല്ലോ, എരിവ് അതുപോലെ തന്നെ പുളി, ഉപ്പ്, മധുരം എല്ലാം കൂടിയൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ സോസൊക്കെ നല്ല സെറ്റായിട്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട്. ഇത് നമ്മൾ പൊരിച്ചു വെച്ച മീനിലേക്ക് അപ്ലൈ ചെയ്യണം, കഴിക്കാൻ പാകത്തിന് ഡിഷിലേക്ക്. അപ്പോൾ അതാണ് ഞാൻ അടുത്തത്. അപ്പോൾ ഇതാണ് നമ്മൾ പൊരിച്ചു വെച്ച മീൻ. ഇതാണ് അതിൽ ഈ മീൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് ഞങ്ങൾ ഉരുളിയിൽ ഒന്ന് പരീക്ഷിച്ചതാണ്. അത് കാരണം തന്നെ ഇത് അവിടെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് കുറച്ച് ഡാമേജ് അതിന് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾ പിന്നെ നമ്മുടെ പാനിൽ പൊരിച്ചെടുത്താണ്. അത് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ഈ വെച്ച ഈ സോസ് ഉണ്ടല്ലോ, ഇത് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതാണ് സംഗതി. ഇതപ്പോൾ നമ്മൾ എല്ലാവിധ ഡിഷിലൊക്കെ ചെയ്തിട്ട് ആ സോസ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പിന്നെ ഡിഷിൽ മാറ്റിയപ്പോൾ സൈഡിൽ കാപ്സിക്കൻ്റെ കുറച്ച് സെറ്റപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ തായ്ലൻഡ് ഡിഷ്. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി റെഡിയാക്കി. ഇനിയിപ്പോൾ ഇതിമൊന്നും ചെയ്യാനൊന്നുമില്ല. ഇനി ഇത് നമ്മൾ കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് പറയലാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. പിന്നെ ഇത് പറഞ്ഞല്ലോ, ഇതൊരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. എല്ലാവിധ രുചികളും ഉണ്ട്. എരിവ്, പുളി, ഉപ്പ്, മധുരം എല്ലാം കൂടിയ ഒരു സംഭവം. ഒരു ഭാഗ്യകരം ടേസ്റ്റ് ചെയ്യാം. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ജലീലുണ്ട്, ഹവാസുണ്ട്, നിയാസുണ്ട്. നിയാസില്ലാതെ സംഗതി ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് പറയാം. ആദ്യം നമ്മൾ ചോറൊക്കെ പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഇതിങ്ങനെ ഒരു മീനിലേക്കൊക്കെ തന്നെ ഉപയോഗിക്കുന്ന സാലിയാത്ത് ഉപയോഗിക്കുന്ന ഇവിടുത്തെ ചോറാണ്. അതല്ലാതെ അത് ഇവിടുത്തെ എല്ലാം പുറത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് പറയാം. ടേസ്റ്റ് ഡിഷ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് കടന്നോട്ടെ. ഞാൻ ഇവിടെ ബാക്കിക്കുണ്ട്, അവിടെ വരുന്നുണ്ട്. നല്ല പതുക്കെ പോയി. എനിക്കൊരു മയം ഉണ്ടാവില്ല.
ഞാൻ ഉണ്ട്, ടേസ്റ്റ് പറഞ്ഞില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റ്. എന്തൊക്കെ പറഞ്ഞാലും നല്ല എരിവ്, നല്ല പുളിയുണ്ട്, നല്ല മധുരം. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുപോലത്തെ ഒരു ഡിഷ് കഴിച്ചില്ല. ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്യാം. നീ അതും പിടിച്ചിങ്ങനെ കണ്ടാ വേഗം പോരും. ഞാൻ പോരാ, വൈൻഡപ്പ് ചെയ്ത് പോരാ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ഓരോ വെറൈറ്റി ഡിഷസുമായിട്ട് നമ്മൾ വീക്കെൻഡിൽ നിങ്ങളെ സമീപിക്കുന്നു. അപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ ആയി. അപ്പോൾ നിങ്ങൾ തീർക്കുക. ഓക്കെ, ഒരു രക്ഷയില്ല.